സുന്ദരൻ. സുന്ദര, എവിടാനാണ് കിടക്കണേ? അത് പിന്നെ അച്ഛന്റെ മോനല്ലേ, എന്നോടത്ത് കിടക്കാനൊന്നുമില്ലല്ലോ. കിടന്ന അതെ, അച്ഛനോട് പോയി പറയും വാങ്ങിയ കാശ് തരാൻ. സുന്ദര, കാറ്റ് പോയ വയ്യന്റെ മതിയായോ? എന്താ ചെയ്യ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ സ്ഥിതി. എന്തുപോലെ നടന്നൊരു പയ്യനാണ്. അതെ, അതിപ്പോ ശവത്തിനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ശവോ ഇറങ്ങിപ്പോഴാണെന്ന് ഞമ്മക്ക് തേണ്ട കാശെന്നാ പോയിക്കോളാം. മനുഷ്യൻ സമാധാനമായിട്ടൊന്ന് ശവാസനം ചെയ്യാൻ സമ്മതിക്കൂലേ? നിന്റെ ആസനം കാരണം ബാക്കിയുള്ളവർ നാറി പോയില്ലടാ. എടാ പിള്ളേ, എനിക്ക് പോണം, മര്യാദക്ക് കാശെടുക്ക്. മാമുക്ക, അച്ഛനെ ശല്യപ്പെടുത്തരുത്. അച്ഛൻ ഇപ്പൊ ആസനത്തിലാണ്. അച്ഛനുണ്ട് ആസനം. എന്താസനം? മൗനാസനം. എവിടെ? അതെ, മകൻ ശവാസനം, അച്ഛൻ മൗനാസനം. ഞാൻ ഇനി ഏത് ആസനത്തിലേക്കാണ് എന്റെ കാശ് ഇട്ടാൻ പോണ്ടത്? അയ്യോ ഇക്ക, അത് പിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങള്. എടോ പിള്ളേ, ഞാൻ പോയിന്ന് കരുതണ്ട. തന്റെ ആസനമൊക്കെ ഒരു ദിവസം തീരുമല്ലോ, അപ്പൊ തന്നെ കണ്ടോളാം, സൂക്ഷിച്ചോ. സ്വന്തം തന്റെ പേരിൽ പറയാണ്. ഈ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് അധികകാലം ജീവിക്കാന്ന് കരുതണ്ട. നീ ഒന്നേ സ്വസ്ഥമായിട്ട് ഈ ശവം ഒന്ന് ആസനം ചെയ്തോട്ടെ. ശവാസനൻ. വാ, നീ വാ. അയ്യോ, ഇതെങ്ങനെ ഇവിടെ വന്ന് വീണത്? അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ശരിയല്ലെന്ത്. അപ്പൊ എല്ലാരും കൂടി എന്നെ വിഴുങ്ങാൻ തുടങ്ങി. എന്നെ വിഴുങ്ങാൻ ഇപ്പൊ ബോധ്യമായല്ലോ എളമുറ തമ്പി അദ്ദേഹം പറഞ്ഞത്. ഗതി കിട്ടാതെ ഒരു ആത്മാവ് ഇവിടെ എവിടെയൊക്കെയോ ചുറ്റിപ്പറ്റി കറങ്ങി നടക്കുന്നുണ്ടെന്ന്. അച്ഛന്റെ വ്യൂ പോയിന്റിൽ എല്ലാം ഇലൂഷനാ. എന്ത് പറഞ്ഞാലും തല കയറില്ല. ഇവിടെ എന്തൊക്കെയോ എവിടെ? അത് അച്ചായനല്ലേ? അച്ചായ, പപ്പയുടെ ഫോട്ടോ താഴെ വീണ് പൊട്ടി. മനോദവിടെ വെച്ചേക്ക്. ചില്ലുകൊണ്ട് കൈ മുറിയണ്ട. മുറിയണ്ടെന്നല്ല, മുറിഞ്ഞു. ഇതാ നോക്കേ. ഇതെന്തിനാ എപ്പോഴും കെട്ടിക്കൊണ്ടു നടക്കുന്നേ? ഒരു ധൈര്യത്തിന്. അത് അഴിച്ചു കളഞ്ഞേക്കും മനു. അച്ചായന് വേണമെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് മനസ്സമാധാനായിട്ട് ഉറങ്ങണം.
സോഫിയ സോഫിയ ഞാൻ എത്ര പറഞ്ഞതാ വരണ്ടാന്ന്? കാണണമെന്ന് തോന്നി, വന്നുപോയില്ലേ? വാ. എന്തിനാ പേടിക്കുന്നേ? ഈ മാസത്തിൽ തന്നെ നമ്മുടെ കല്യാണം നടത്തിയ പോരെ? എനിക്ക് ആരും ഇല്ലാത്തതാ. അതുകൊണ്ടല്ലേ ഞാൻ സോഫിയെ ഇഷ്ടപ്പെട്ടത്. പൊയ്ക്കോളൂ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ചെല്ലേ, പോട്ടെ. കഥ അടച്ചോ? എവിടെ പോയിട്ട് വരുന്നു? ഞാൻ സോഫിയ അവന് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ. നീ വിവാഹിതനല്ലേ? പറയടാ. അതെ.